നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട് ദുരന്തത്തിൽ പെട്ട ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം പണിത് കൊടുക്കുന്ന വീട്. 105 വീട്ടിൽ 51 വീടിന്റെ പണിയാണ് ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് മുട്ടിൽ എന്ന സ്ഥലത്ത്, വള്ളിത്തോട് എന്നാണ്, മുട്ടിൽ പഞ്ചായത്തിൽപ്പെട്ട വള്ളിത്തോട് എന്ന സ്ഥലത്താണ് ഈ വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഞങ്ങളോട് എത്തിയപ്പോൾ 51 വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർ മൊത്തം 105 വീടുകളാണ് പണിത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിന്റെ ടൗൺഷിപ്പ് തൊട്ടപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇവരെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് വീട് പണിത് കൊടുക്കാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അവരെ പണിയൊന്നും ആയിട്ടില്ല, സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പണിയും കൂടി ഇത് കഴിഞ്ഞാൽ തുടരുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും മുസ്ലിം ലീഗ് ന്യായമായ കാര്യം അവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ സർക്കാർ അപ്പുറത്ത് സർക്കാരിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വരൂ, നമുക്ക് എന്തായാലും ഈ വീടുകളൊക്കെ ഒന്ന് കണ്ട് വിലയിരുത്താം. ഒരു ലിവിംഗ് റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ സൗകര്യമുണ്ട്. നമുക്ക് ഈ വീട് ലഭിച്ച ചേട്ടനോടൊന്ന് സംസാരിക്കാം. പേര് ചന്ദ്രൻ. ഈ ചേട്ടനാണ് നമുക്ക് ഈ വീട് ലഭിച്ചതിൽ ഒരാള്. അപ്പോൾ വീടിനെ കുറിച്ച് കിട്ടിയ സാഹചര്യമൊക്കെ ചേട്ടൻ ഒന്ന് പറഞ്ഞു. നമുക്ക് ഈ വീട് 1060 സ്ക്വയർ ഫീറ്റുണ്ട്, 8 സ്ഥലമുണ്ട്. ലീഗുകാർ വീടാണ്. അവർ നമുക്കൊരു ഗവൺമെൻറ് ലിസ്റ്റ് തന്നതാണ്. ടൗൺഷിപ്പിൽ എനിക്ക് വീടുണ്ടായിരുന്നു, ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ഇതിലേക്ക് പോകുന്നതാണ്. എനിക്കിത് വളരെ അധികം സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും ഇതിൽപ്പെട്ട എല്ലാവർക്കും തൃപ്തി പ്രകാരം വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. എവിടെ താമസിച്ചിരുന്നു? ഉണ്ടാക്കിയ ബന്ധിനി മട്ടം അത് കൊടുക്കും.
ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി നൽകിയ വീടുകൾ മൊത്തം 105 വീടുകളിൽ 51 വീടുകളുടെ പണി പൂർത്തീകരിച്ച് വീട് ആളുകൾക്ക് കൈമാറി. ഇപ്പൊ കൈമാറിയ ആളുകളൊക്കെ നമ്മൾ കണ്ടത്. എന്തായാലും അവരൊക്കെ വളരെ സന്തോഷമാണ്. അവർക്ക് ഉറ്റവരും ഉടവരൊക്കെ നഷ്ടപ്പെട്ടു, അവരുടെ എല്ലാ സമ്പാദ്യം നഷ്ടപ്പെട്ടുവെങ്കിലും ഇങ്ങനൊരു വീട് ലഭിച്ചത് അവർ വളരെ സന്തോഷമാണ്. എന്തായാലും ഞങ്ങളും ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. തോട്ടഭൂമിയാണ്. തോട്ടഭൂമി എന്ന് പറഞ്ഞാല് പിന്നെ തൊഴിലാളികൾ ഇല്ലാത്ത അവർ സ്വന്തമായിട്ട് കൃഷി എടുക്കുന്ന ഒരു സ്ഥലമാണ്. അവര് ഈ കുഴൽമലക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്താണ്. വാഴ കാണുന്നുണ്ട്. എത്ര സ്ഥലം ഉണ്ടാവും മൊത്തം? ഇത് തോട്ടം 11 ഏക്കർ സ്ഥലം അവർ 9 ഏക്കർ ചെയ്തിട്ടുള്ളതാണ്. ചെയ്തു കൊടുത്തു. ഇത് ടോട്ടൽ എത്ര വീടുണ്ടാവും? ഇതില് ഇവിടെ 68 വീട്, ബാക്കിയുള്ള ആ 3 ഏക്കറിൽ എല്ലാ റെക്കോർഡുകളും എല്ലാം കൈമാറ്റം ചെയ്തതാണ്. ഇവർക്ക് ഈ വീടിന് ഏതാണ്ട് 25 ലക്ഷം രൂപ ഒരു വീടിന് ചെലവുണ്ട്. അവർക്കത് കൈമാറ്റം ചെയ്തു. അവർക്ക് എപ്പോ വേണമെങ്കിലും വന്ന് താമസിക്കാം. ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു 8 സെന്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 സിറ്റ് ഔട്ട് മേലേക്ക് എടുക്കാൻ പാകത്തിന് കോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ അതായത് ആ ഇത് കട്ടിങ് കാണുന്നില്ല, അവിടെ ഇങ്ങനെ കോണി വെക്കാനുള്ളതാണ്. അപ്പോൾ കുടിവെള്ളമുണ്ട്, ലൈഫ് ഇൻഷുറൻസിന്റെ വെള്ളമുണ്ട്, കറണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും പിന്നെ ടാങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും കറണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്വന്തം വേണമെങ്കിൽ എടുക്കാം, എപ്പോൾ വേണമെങ്കിലും കൈമാറ്റം ചെയ്യാം. അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ഇങ്ങനെ വീടുകൾ കൈമാറിയ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കും അതിന്റെ ആളുകൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് നിലനിന്നുകൊണ്ട് ഇവിടെ ആളുകൾ നല്ല സന്തോഷമായി ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. ജി ലൈവിന് വേണ്ടിയിട്ട് സക്കരിയ.